കലാസ്നേഹികൾ മലയാളികൾ ജാതിമതഭേദങ്ങൾ ആഘോഷിക്കുന്നു. ഓണത്തെ ആസ്പദമാക്കി കേരളത്തിലെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളെ ഓർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റ് ഏതാനും നിമിഷങ്ങളിലൂടെ ഇവിടെ ആരംഭിക്കുന്നു. രചന മിഥുൻ പി ബോബൻ, സംവിധാനം കലാതരംഗിണി മേരി ജോൺ. ഇത്തവണത്തെ കേരളത്തിലേക്കുള്ള നമ്മുടെ വരവ് വെറുതെയാവരുത് എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ തവണ നാം വന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം വളരെ മോശമായിരുന്നു. സാധനങ്ങളുടെ വിലക്കയറ്റം, അർത്ഥ പീഡനം എന്ന് വേണ്ട നമ്മുടെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. തമ്പുരാൻ എന്തായി പറയുന്നത്? ഈ പറയുന്നതൊക്കെ നമ്മൾ ഈ കേരളത്തിലെപ്പോഴേ ഒരു ചായ കുടിക്കുന്ന പോലെ ആയി കഴിഞ്ഞു. പിന്നെ ഓണമൊന്നുമല്ല, ഇപ്പൊ ഹർത്താലാണ് കേരളത്തിന്റെ ദേശീയോത്സവം. പിന്നെ പീഡനമില്ലാതെ ഇവർക്ക് എന്താഘോഷം? മന്ത്രി, അല്ല തിരുമേനി, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഇന്നലെ തിരുമേനിയുടെ പള്ളിയുറക്ക സമയത്ത് ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തപ്പോ കണ്ടതാ. സംശയമുണ്ടെങ്കിൽ തിരുമേനി ഇതൊന്ന് കണ്ടു നോക്ക്. എന്തായത്? നമ്മുടെ നാട് ഒരിക്കലും നന്നാകില്ലേ? ഒരിക്കലുമില്ല.
ഈ നാളൊരിക്കലും നന്നാകില്ല, നന്നാകില്ല, നന്നാകില്ല. തുടങ്ങി. തനിക്ക് പണ്ടേയുള്ളതാ ഈ കൊഞ്ചനം കുത്തൽ. ആ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. കേരളം ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. വികസിച്ചത് കേരളമല്ല, താനും തന്റെ പാർട്ടിക്കാരുമാണ്. അത് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നറിയാമെന്ന സോളാറും താനും പിന്നെ സരിത, സരിത, സരിത. ഓണമൊക്കെ അല്ലേ ഈ മാമന്റെ വീട്ടിൽ കൊടുക്കാൻ ഒരു സാരിത എന്ന് തുണിക്കടയിലേക്ക് ഫോണിൽ പറഞ്ഞതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സാറുമാരെ? 2 ഗ്ലാസ് സോഡ എടുക്കട്ടെ? സോഡ എടുക്കട്ടെ? വേണ്ട, വിശേഷം ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ടെന്താ ഇയാൾക്കിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഏത് പോലീസുകാരനും ഒരു മണ്ടത്തരം പറ്റും. ഇത് മണ്ടത്തരം പറ്റിയത് ജനങ്ങൾക്ക്. താ വരുന്നു അടുത്ത മണ്ടത്തരം, ആഭ്യന്തര മണ്ടത്തരം. എന്താ എല്ലാവരും എന്നെ കൂടാതെ ഒരു ആഭ്യന്തര ചർച്ച? ഇത്തവണത്തെ ഓണം കെങ്കേമമാക്കുവാൻ സോളാർ പാനലുകൾ വൻ കിഴിവോട് ജനങ്ങൾക്ക് നൽകുന്ന കാര്യം പറയുകയായിരുന്നു. അത് ബജറ്റിൽ അവതരിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് കേരളത്തിലെ ഓരോ പൗരനും ഓരോ കാരുണ്യ ഭാഗ്യപ്പെടുകയാണ് വേണ്ടത്. കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഇതാ വരുന്നു കാരുണ്യവുമായി ഭാഗ്യദേവത. നല്ല ഭംഗിയായി കുടിച്ചോ. നാളെ പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ വരാനുള്ളതാ. വേണമെങ്കിൽ കുറച്ച് മുസ്ലിം പവർ എക്സ്ട്രാ കൂടി ചേർത്ത് കുട്ടിച്ചോ. ലക്ഷണം കണ്ടിട്ട് അത് സ്റ്റാമിന 5000 ആണോ എന്ന് തോന്നുന്നു. സ്റ്റാമിനയുടെ കാര്യത്തിൽ സാറ് 10,000 ആണല്ലോ അല്ലേ? ആണമേ, എനിക്കറിയാം.
പനി അറിയൂ. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് തന്നെ ഉദ്ദേശിച്ചാണ്, തന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, തന്നെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഹലോ, അരെ ഞാനിപ്പോ തന്നെ അങ്ങോട്ടെത്താം. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ആൾക്കാർ വിളിക്കുക. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. സാർ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയല്ലേ? പുതിയ നമ്പർ എനിക്ക് തരണേ. ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ വധിക്കണോ? എന്നെ സ്ത്രീയാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തലകറിയില്ല. അവർക്ക് തമിഴറിയാം, എനിക്ക് തമിഴറിയില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ നോക്കി. അതിപ്പോ ചാനലായ ചാനലൊക്കെ ഹിറ്റാണ്. എന്റെ ഇംഗ്ലീഷ് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറയുന്നു, തമിഴ് പറയുന്നു, മലയാളം പറയുന്നില്ല. ഇപ്പൊ കമാന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇല്ല, ഞാൻ പൊട്ടൻ. No cheated, അവിടെ no cheated. There is no cheated. Damn no പൊട്ടൻ. ഞാൻ പൊട്ടില്ല. ചിലപ്പോ പൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉറക്കം മുഴുവൻ പോയത്. ഉറങ്ങാതിരുന്നിരുന്ന് ഇപ്പൊ എന്റെ കണ്ണ് പോലും പൊട്ടാറായിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ട് കണ്ണും തള്ളി നിൽക്കുന്നതല്ലോ. എപ്പോ പൊട്ടും എന്ന് ആലോചിച്ച് എന്റെ കണ്ണ് തള്ളിയതാണ്. എന്നാണാവോ ഞാൻ കണ്ടെന്നുള്ളത്. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? മനസ്സിലായില്ലേ? നമ്മൾ മക്കളുടെ അമ്മ അല്ലെങ്കിൽ വയലെടുക്ക. അതിന് അവർക്ക് നിങ്ങളെ ഭയമാണോ? നമുക്ക് അവര് ഭയമാണല്ലോ. അതാണ് He is definitely a dangerous അമ്മ. അതാണ് എനിക്ക് ഓർക്കുന്നത്. എന്തെങ്കിലും പറയണ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ? അവരെ കണ്ടിട്ടില്ലേ? അവരെ മുല്ലപ്പെരിയാറിനടുത്ത് കിടക്കും തനിക്കുമുണ്ടൊരു സന്ദേഹം. ഇടോ, തനിക്കെന്താ വട്ടുണ്ടോ? ഇവിടത്തെ ജനങ്ങൾക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളം കിട്ടിയിട്ട് എന്ത് കൃഷി ചെയ്യാന്? അത് തമിഴ്നാട്ടുകാർ മുഴുവൻ കൊണ്ടുപോയാലും തിരികെ ലഭിക്കുന്നില്ലേ? എന്ത്? പച്ചക്കറി. പച്ചക്കറിയാ വരുന്നത്, മരുന്നടിച്ച പച്ചക്കറി. കഴിച്ച് ജനങ്ങൾ ആശുപത്രി കയറി ഇറങ്ങാനും നേരമുള്ളൂ. എന്നാലും വയറ് നിറയുന്നില്ലേ? അറിയുന്നുണ്ട്. അതുപോലെ വലുതാവുന്നു. ഇവിടുത്തെ കുട്ടികളുടെ തല ഒരു ഫുട്ബോളിന്റെ അത്ര വലിപ്പം കാണും. ഇതൊക്കെ കഴിച്ച് ജനങ്ങൾക്ക് ആശുപത്രി കയറി ഇറങ്ങാനും നേരമുള്ളൂ. ഇവിടെ നിരോധിച്ചു 2 ദിവസം. തമിഴ്നാട്ടിലുള്ള പച്ചക്കറി കഴിച്ചുകൊണ്ടിരുമ്പോ ആർക്ക് ഒരിക്കലും കഴിക്കും. അനുഭവിച്ചോ? ഇവിടെ ആർക്കും കൃഷി ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെയുള്ള കൃഷി സ്ഥലമെല്ലാം മണ്ണെടുത്ത്, കളിമണ്ണെടുത്ത്, മണലെടുത്ത് ഊറ്റി കൊടുക്കും. ഒരു കൃഷിക്കുമുള്ളത് എന്താ ചെയ്യാ? ഇത് എവിടെ പോയി നമ്മുടെ ആളുകൾക്ക് പണമുണ്ടാക്കുവാനുള്ള ഓട്ടമല്ലേ? ഓടട്ടെ, റൺ ബേബി റൺ. വല്ലാത്ത ചതിയായി പോയി. ആ സരിതയും ഷാജുമൊക്കെ പോണതിന് മുമ്പ് 1-2 ഫോട്ടോ അവളുമാരുടെ കൂടെ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. എന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് കിട്ടിയിട്ട് കുറച്ച് നാളായി. ഈ ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ എത്ര ലൈക്ക് കിട്ടുമായിരുന്നു. ഒക്കെ നശിപ്പിച്ചില്ലേ ദുഷ്ടൻ. മന്ത്രി, എന്നിട്ട് വേണം സോളാർ കേസിലെ പുതിയ പ്രതികളുടെ പട്ടികയിൽ നമ്മൾ രണ്ടുപേരും പെടാൻ. അയ്യോ, അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത തവണ കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ ഹൈക്കോർട്ടിലേക്ക് പോകണമായിരുന്നു. അതെവിടെയാ? അതറിയില്ലേ? നമ്മുടെ കൊച്ചിയിൽ. മന്ത്രി, ഇവിടെ എന്തുമാത്രം വിമാനങ്ങളാണ് പറന്നു നടക്കുന്നത്? അയ്യോ തിരുമേനി,
മുന്തിയ ഇനം കൊതുകുകളാ. ദൈവമേ, ഇവറ്റകളുടെ കയ്യിൽപ്പെട്ട രക്തരക്ഷസുകളുടെ കയ്യിൽപ്പെടുന്നതിലും മോശമാകുമല്ലോ. കൊതുകുകൾ വലം വെച്ച് പറക്കുന്നു ഈ പ്രദേശം. അതാണ് കൊച്ചി കോർപ്പറേഷൻ. സർക്കാർ ചെലവിൽ കൊതുകിനെ വളർത്തുന്ന തീരദേശം. അതാണ് കൊച്ചി കോർപ്പറേഷൻ. കാണാം റോഡിൽ പടുകുഴികൾ, തെരുതെരെ അപകടം അതുപതിവായി. ഓട കണ്ടാൽ മൂക്കുകുത്തി ഓടിപ്പോകും. കൊതുകുകൾ വലം വെച്ച് പറക്കുന്നു ഈ പ്രദേശം. അതാണ് കൊച്ചി കോർപ്പറേഷൻ. സർക്കാർ ചെലവിൽ കൊതുകിനെ വളർത്തുന്ന തീരദേശം. അതാണ് കൊച്ചി കോർപ്പറേഷൻ. Open Kochi style, Kana style. Malendanu makamcha appo idli polo. Office alle makametta sanu odu ittu. Lila kari takkuntoya vida alla fullu ettol appo idli santan polo. Sarle be divanna rotna tuli biryani sarle be. Kodile andi tule sapar kucha sarle be. Uttumma rotna tule rasavada sarle be. Sakka sarle be. Open Kochi style. മന്ത്രി, ആരാ പോയത്? അതാണ് തമ്പുരാനെ ഈ ന്യൂ ജനറേഷൻ പയ്യന്മാര്. ഈ കൊച്ചിയിലെ കൊതുകുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ജീവികളാണ്. ഷോക്കടിച്ച തല, ഉളിക്കാത്ത മെയ്, തേക്കാത്ത പല്ല്, മുട്ടനാടി താടി, ഇടുക്കി ഗോൾഡ്. ഹൗ എന്തൊരു കൗമാരം! ഓ മന്ത്രി, അവരുടെ കളസൊക്കെ പുറത്താണല്ലോ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കൊച്ചി ഇപ്പോഴേ പഴയ കൊച്ചിയല്ല തമ്പുരാനെ. നമ്മുടെ പ്രജകളും പഴയ പ്രജകളല്ല. അത് ശരിയാ. ഇപ്പോ കേരളത്തിൽ അധികവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളല്ലേ. അവരുള്ളത് കൊണ്ട് ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നു. ഇവരെ കണ്ട് കേരളത്തിൽ മഴ പോലും നഷ്ടമായിരിക്കുന്നു. അതെന്താ? മഴയ്ക്ക് കേരളത്തെ തിരിച്ചറിയാൻ പറ്റാതായി. മന്ത്രി, നമ്മുടെ പ്രജകൾ കുഴിമടിയന്മാരാണെന്ന കാര്യം സത്യമാണ്. എന്നിരുന്നാലും ഇവിടത്തെ ഒരു ഗതാഗത കുരുക്ക് കണ്ടില്ലേ? ഇവരെ കാലത്ത് എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നത്? സോറി മിസ്റ്റർ മാവേലിത്തമ്പുരാൻ, ഈ മെട്രോയുടെ പണികൾ പൂർത്തിയാകുന്നതുവരെ ഈ ഗതാഗത കുരുക്ക് നമുക്ക് തടയാനാകില്ല. എന്നിരുന്നാൽ താങ്കൾക്ക് തിരിച്ച് പാതാളത്തിലേക്ക് പോകുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സാറേ, ഒരു കൈ തന്നെ. താങ്കളുടെ ഹെൽമെറ്റ് വേട്ടയും സീറ്റ് ബെൽറ്റ് പരിശോധനയും വളരെ നന്നായി പോകുന്നു എന്ന് പാതാളത്തിൽ ഇരുന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. സാറിന് കണ്ടമാനം ലൈക്ക് കിട്ടുന്നതേ. ഞാനും സാറിന്റെ ഒരു ഫാനാണ് കേട്ടോ. ഈ ജനങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട്, പക്ഷേ അവരുടെ ജീവനാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവരെനിക്ക് ധാരാളം ലൈക്ക് തരുന്നത്. നോക്കൂ, താങ്കൾ ഇവിടെ നിൽക്കുമ്പോ ഒരു പ്രജയുമായി ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു. സോറി, നിയമം കയ്യിലെടുക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇതാണ് ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ തല ഓംലെറ്റ് ആക്കുമെന്ന് പറയുന്നത്. മന്ത്രി,
ഇതെന്ത് ജാഥയാണ്? ഇതാണ് തമ്പുരാനെ സിൽക്കൂരി രംഗ റിപ്പോർട്ടിനെതിരെയുള്ള മൗന ജാഥ. എന്താണ് ഈ സിൽക്കൂരി രംഗ റിപ്പോർട്ട്? അതൊരു വലിയ റിപ്പോർട്ടല്ലേ? എന്ന് വെച്ചാ സത്യത്തിൽ എനിക്കും വലിയ പിടിയൊന്നുമില്ലാന്ന്. അവനെ വിളിച്ചു ചോദിക്കാം. അല്ല, ഒന്നിങ്ങോട്ട് വരൂ. അല്ല, എന്താണ് ഈ സിൽക്കൂരി രംഗ റിപ്പോർട്ട്? ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ നിങ്ങൾ ഈ വാർത്തകളൊന്നും കേൾക്കണില്ല. ഈ സിൽക്കൂരി രംഗൻ റിപ്പോർട്ട് വലിയ കുഴപ്പം പിടിച്ച സാധനം. അതെയോ? പിന്നെ അല്ലാതെ എന്തെങ്കിലും കുഴപ്പങ്ങളെ ഇതുകൊണ്ട് ആളുകൾക്ക് ഉണ്ടാവാൻ പോണെന്നറിയുന്നു. ഈ സർക്കാർ ഓരോ വേണ്ടാത്ത നിയമങ്ങൾ കൊണ്ടുവരും മനുഷ്യരെ നാട്ടം ചുറ്റിക്കാൻ. ഈ സർക്കാർ രാജിവെക്കുക. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സമയത്ത് ഞാനുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അയ്യോ, ആളെ കറക്കണം കുട്ടി. അയ്യോ, ഓ, ഇയാൾ എങ്ങനെയാണാവോ 2014 കടന്നത്? നെറ്റും പോളിട്ടളിക്ക് പെട്രോൾ ഷോ പോലെ പോകണം. എന്റെ അമ്മോ. അല്ല മന്ത്രി, സത്യത്തിൽ എന്താ ഈ സിൽക്കൂരി രംഗ റിപ്പോർട്ട്? തിരുമേനി, ഇതെല്ലാം കണ്ട് അടിയന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നു. കണ്ണ് മഞ്ഞളിച്ചല്ല മന്ത്രി, ചുറ്റും ബ്രസീൽ ആരാധകർ ഒട്ടിച്ചിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള പോസ്റ്ററുകളാ. ഓ ഭാഗ്യം, ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല തിരുമേനി, വല്ല നാട്ടിൽ നടക്കണ കളി, നമ്മുടെ നാട് പങ്കെടുക്കാത്ത കളി, അതിൽ നമുക്ക് എന്ത് കാര്യം? എന്ത് വർത്താനം ചങ്ങായി പറയരുത്. ഫുട്ബോൾ നമ്മളെ ഫേവറേറ്റ് ആയിട്ടല്ലേ? അല്ല, നിങ്ങൾ ഏതാ ടീം? ഞങ്ങള് പിന്നെ അല്ല, അങ്ങനെയൊന്നും ഇല്ല. നന്നായി കളിക്കുന്നവരാണ് അവരുടെ കൂടെ. നിങ്ങൾക്ക് തലക്കെന്താ ഓള? ഞങ്ങളൊക്കെ ബ്രസീലിന്റെ ആൾക്കാരില്ലേ? മന്ത്രി, ഓണമായിട്ട് കാൽപന്ത് കളിയിലാണല്ലോ നമ്മുടെ പ്രതികൾ. അതിന് കാരണമുണ്ട് തിരുമേനി. മലയാളികൾക്ക് ഒരു ഗംഭീര സദ്യ കഴിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി എത്തണം. അത്തത്തിന് പൂക്കളം ഒരുക്കുവാനും പൂവുകൾ അവിടെ നിന്ന് കൊണ്ടുവരണം. പിന്നെ കേരളം നിന്നും കേരള നാടിൽ നാളികേരം കിട്ടണമെങ്കിലും ഈ തമിഴ്നാട് തന്നെ വേണം. ശരിക്കും മലയാളികളല്ല, തമിഴരാണ് ഓണം ആഘോഷിക്കുന്നത്. ആഹാ, ചുരുക്കി പറഞ്ഞ നമ്മുടെ പ്രതികൾ സ്വന്തമായൊന്നും ചെയ്യുന്നില്ല. അയ്യോ തിരുമേനി, അങ്ങനെ പറയരുത്. നമ്മുടെ ജനങ്ങൾ വളരെ ഗംഭീരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, പരദൂഷണം. ഇതിന് വളമിടുന്നതോ ചാനലുകളിൽ വരുന്ന സീരിയലുകളും റിയാലിറ്റി ഷോകളും. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക്. ശീലിച്ച അമ്മയല്ല, ചുറ്റുവട്ടത്തുള്ള അമ്മായിയമ്മയുമല്ല. എന്നെയോ താനും ഒരിക്കൽ മരുമകളായിരുന്നു എന്ന ബോധമുള്ള ഒരു അമ്മായിയമ്മ. വാതിലുകൾ വീണ്ടും തുറക്കുക, പൂട്ടിയിട്ട പാതകളൊക്കെ തുറക്കുക. സാധാരണക്കാരന്റെ ഈ
ഇവിടെ പുറത്തേക്ക് ഇറക്കിയത് തന്നെ ചെറിയ ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടാ സ്ഥിര കസ്റ്റമേഴ്സിലല്ലേ സുധാരേട്ടാ. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ജീവറേജിൽ 100 പേരിലായി പിറക്കവേ അതിമൂത്ത് അന്തിയായ തൂവിലുന്തി നിൽക്കണം. ആയിരങ്ങൾ നൽകി നമ്മൾ വഴി വീണുറങ്ങേണ്ട വിലകുറഞ്ഞ മദ്യമാണ് കുടിയനെന്നും ആശ്രയം. സങ്കടങ്ങൾ തീർത്തിടുന്ന മെഡിസിനാണ് നോക്കണം. ഓടയിൽ കിടന്നിടാതെ വീട്ടിലെത്തണം. കാത്തു നിൽക്കും ഭാര്യമാരെ കാലവാരി അലക്കണം. വെയിലിനാലും മുട്ട നൽകും നല്ല നാടൻ കോഴിയെ തൊട്ടടുത്ത ഷാപ്പിൽ കൊണ്ടു കൊടുത്തു കള്ളനയ്ക്കണം. കാശിലെങ്കിലെന്തു ചെയ്യും കോഴി തന്നെ ആശ്രയം. ഭാര്യ കോഴി നോക്കിടുമ്പോൾ കണ്ടില്ലാന്നും നടിക്കണം. എന്റെ ടീമേ ഇത് കണ്ട ഓരോരുത്തന്മാര് വിളിച്ചു പോകുന്നത് നടക്കുന്നു. ഉമ്മാർക്കൊന്നും നിലയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഇപ്പോ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഉയർച്ച നേടുവാൻ ആർക്കും സമരമില്ല. മദ്യം വാങ്ങിയിരുന്ന് കുടിച്ച് ഇങ്ങനെ പാമ്പായി എഴഞ്ഞു നടക്കാൻ സാധിക്കാതെ ഇപ്പൊ മലയാളികൾ സൗകര്യപൂർവ്വം സ്വന്തം വീട് ഒരു ബാറിന്റെ സെറ്റപ്പാക്കി മാറ്റിയിരിക്കുന്നു. ഓ കഷ്ടം തന്നെ. ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? ഇതിപ്പോ കുടിയന്മാരുടെ സ്വന്തം നാടായിരിക്കും. തോമവിടുത്തെ രാജാവായിരുന്നു എന്ന് പറയാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നുന്നു. മന്ത്രി, ഇതെന്താ ഇവരെല്ലാം ഓടുന്നത്? മലയാളിയുടെ അന്നമെത്തി തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഓണാഘോഷത്തിനുള്ള പച്ചക്കറികൾ അടങ്ങിയ ലോറിയാണത്. ഇത് കിട്ടിയിട്ട് വേണം മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ. കാലം വിറ്റും ഓണം ഉണ്ണണം എന്നത് തമിഴന്റെ ലോറി വന്നിട്ട് ഓണം ഉണ്ണണം എന്ന് തിരുത്തേണ്ട കാലമായല്ലോ. അത് ശരിയാ. വന്നിപ്പോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് നമ്മൾ മലയാളികൾ. ഇതിലും എത്രയോ ഭേദമാണ് മറുനാടൻ മലയാളികൾ. അവർ നാടിനോടുള്ള സ്നേഹവും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഓണം, റംസാൻ, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങൾ അവിടെയാണ് കേരളമായി കൊണ്ടാടുന്നത്. അവർ അയച്ചു തരുന്ന പണം ഇവിടെ ഇവർ ഇങ്ങനെ കൂത്തടിക്കുന്നു. ഇത്തവണത്തെ ഓണം കൊണ്ട് നാം ഒരു തീരുമാനമെടുക്കും. എന്താണ് തിരുമേനി? നമ്മുടെ അടുത്ത തവണത്തെ ഓണം മറുനാടൻ മലയാളികൾക്കൊപ്പം മാത്രമാണ്. മറുനാടൻ മലയാളികൾക്ക്, എന്റെ പ്രജകൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ